മാള് കടല എവിടെ കണ്ടാലും ഓള് വാങ്ങിയിട്ടേ അമരുള്ളൂ. കടല കടലേ കല്യാണത്തിൽ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഒരു യാത്ര വീഡിയോ ആണ് അല്ലേ? ഒരു യാത്ര വീഡിയോ ആണ്. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. വ്ളോഗ് ചെയ്തിട്ട് കുറെ ദിവസമായിട്ട് ഞങ്ങളൊരു വഴിക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അതെ, അത് എന്നും പോണ വഴിയൊന്നല്ല. ശരിക്കും നമ്മള് നാട്ടിലാണ് പോണത്. പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് പോണത്. പള്ളിപ്പുറത്തെ കല്യാണമാണ് ഇന്ന്. അതെ, ഉപ്പാന്റെ അനിയന്റെ പേരക്കുട്ടിന്റെ കല്യാണം അല്ലേ? അപ്പൊ ഒരുപാട് നമ്മളെ വേണ്ട റിലേഷൻ കാര്യങ്ങള് ശരിക്കും മുമ്പ് എല്ലാവരും കാണിച്ചു. പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും ഈ നാട്ടുകാരല്ല, ഇവളല്ലട്ട ഞാന്. അപ്പോൾ നമ്മുടെ നാടും വീടും അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. ഒരുപാട് വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി കല്യാണം ഉണ്ട്. ഉമ്മ ഉണ്ട് കൂടെ പോരുന്നേ. അപ്പൊ ഇമ്മയും ഞങ്ങളെല്ലാരും കൂടിയാണ് പോണത്. ഉമ്മണ്ട്, എല്ലാവരും സുഖമില്ല, എന്നാലും ഉമ്മക്ക് പള്ളിപ്പുറത്തേക്കല്ലേ പോണത്. അവിടേക്ക് പോവാറുമ്പോ പിന്നെ ഇനിയിപ്പോ എന്നാട് പോവാ, അവിടെ എല്ലാരും കാണാനും ഒരു ആഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെ എല്ലാരും കൂടി പോവാണ്. ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഒരുപാട് വിശേഷങ്ങളും അതുപോലെ അടിപൊളി ഒരു കല്യാണം കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, പോവാൻ വീഡിയോയിലേക്ക്. അപ്പൊ ഞങ്ങൾ പാലക്കാടിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ വയലോരങ്ങളാണ് ഇവിടെ. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇതാ മാളോ. അപ്പൊ ബാക്കിൽ ഇതാ ഉമ്മ ഉണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഉമ്മ വീഡിയോയിൽ. ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീഡിയോയിലൊന്നും തീരെ ഉണ്ടാവില്ല. അപ്പൊ ഉമ്മാന്റെ പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മ ഇല്ല ഞാൻ പറ്റൂല. അപ്പൊ വെക്കും പോലെ ഇനി പിന്നെ മച്ചിനിടയിൽ നമുക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റൂല. മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ കാണണ്ടെന്നൊക്കെ പറഞ്ഞു എല്ലാരും കാണാൻ വേണ്ടി പോവുകയാണ്. കുട്ടിമോനേതാ പൊന്നു അവിടെ സൈഡ് അയക്കണേ. അവിടേക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ നമ്മളെ പോവുള്ളൂ, അല്ല ഞങ്ങള് പോവൂല. അതെ, പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അപ്പൊ അതാണ് ഉമ്മാക്ക് ഇനിയിപ്പോ അടുത്തൊന്നും പോക്കുണ്ടാവില്ലല്ലോ. എങ്ങനെ ബെജാതെ ആള് പോന്നിക്കണേ, വെച്ചിട്ട് പോവില്ല. ഉറങ്ങിക്കണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാനൊക്കെ അല്ലേ? എങ്ങനെയുണ്ട്? മാളുവിന്റെ ഡ്രസ്സും പച്ചയാണ്, ബാക്ക്ഗ്രൗണ്ടും പച്ചയാണ്. പെട്ട മാളവ ഭയങ്കര രസമുണ്ട് കാണാൻ. റോഡ് ദേശം ക്ഷീണാണ്. എത്ര നന്നാക്കിയാലും വീണ്ടും വീണ്ടും കേടല്ലേ. ചെമ്പ്രപ്പാലാണ് ഇതില്ലേ? അപ്പൊ ചെമ്പ്രപ്പാലം കഴിഞ്ഞ് ഇപ്പൊ ശരിക്കും അപ്പൊ നമ്മള് പറഞ്ഞാൽ ഇപ്പൊ പാലക്കാട് ഡിസ്ട്രിക്ട് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പാടൊക്കെ കാണുമ്പോ ഇതിനെ മനസ്സിലാവുണ്ടാവും. പിന്നെ വേറെന്താ, ഇമ്മ ഒരു ഇടവേളക്ക് ശേഷം നാട്ടിൽ പോവാണ്. ഒരു ഇടവേളക്ക് ശേഷേ നിങ്ങളെ നാട്ടിക്ക് പോവാണ് നമ്മള് കേട്ടോ. അല്ല, ഞാൻ അവിടെ നമ്മളവിടെ ഞാൻ അവിടെ ജനിച്ചു വളർന്ന അല്ലേ, ഞാൻ അവിടെ ജനിച്ചു വളർന്നല്ലേ. അപ്പൊ പിന്നെ സംഭവം എന്താ വെച്ചാല് കല്യാണം ഏകദേശം പകുതി ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലത്തെ മാതിരി പെട്ടെന്നൊന്നും കല്യാണം തീരൊന്നുമില്ല കേട്ടോ. അവിടെ അവിടെ കുറച്ചും കൂടി ഒക്കെ. അപ്പൊ എല്ലാരും കാണിച്ചു തരാം. നമ്മളെ റിലേഷനൊക്കെ അവിടെ ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും ഒക്കെ അല്ലേ നമ്മളോ ഒക്കെ കാണിച്ചു കൊടുക്കാം. അതെ, എളാപ്പാന്റെ മോളെ കുട്ടിയുടെ പേരക്കുട്ടിന്റെ. അപ്പൊ ഞാൻ എനിക്ക് ശരിക്കും ഇപ്പൊ എങ്ങളെ കുട്ടിയല്ലേ, മാളൂന് നാത്തൂന്റെ കുട്ടിയില്ല അല്ലേ? കുട്ടിമോനിക്കോ അമ്മായിന്റെ മോന്റെ കല്യാണം. പൊന്നു സൈഡ് ആയിക്കണേ. ചെറിയ ആൾക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ ഈ അക്ഷരത്തിന്റെ നമ്മളെ മാളൂന്റെ ഒക്കെ ഒന്നൊന്നര സ്പ്രേ. അത് നല്ല മണാട്ടാ അല്ലേ? പൊതുവേ പറ്റൂല. അപ്പൊ ഏകദേശം നാടറമ്പൊക്കെ എത്താനായിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോടെ കാണിച്ചു തരട്ടാ. അപ്പൊ ഞങ്ങള് തിരേപ്ര അഞ്ചുമൂല എത്തിയിട്ടുണ്ട് മക്കളെ. ഈ അഞ്ചുമൂല എന്ന് വെച്ചാ പറഞ്ഞു തരട്ടാ. എങ്ങനെ മോളം തേച്ച് അത് ഈ ഭാഗങ്ങളിലുള്ള സ്ഥലത്തിനൊക്കെയുള്ള പേരുകൾ അധികം. ഡിസ്കോപ്പടി, വയസ്സമ്പടി,
ഭാര്യത്തപ്പടി 5 മൂല ഒക്കെ അങ്ങനെയാണ് പേര്. അപ്പൊ ഈ വഴികൾ എന്ന് വെച്ചാൽ അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ പണ്ടത്തെ കാലത്ത് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നടന്നീന വഴികളാണ്. അതിൽ ഉമ്മാനെ എന്താണ് കോന്തലമ്മ തൂങ്ങിയാണ്ട് പറയും, നടക്കാൻ പറ്റാ, വെള്ളം വേണം. ഇവിടെ ഒരു വീട്ടിലൊക്കെ കയറിയാണ്, ഉമ്മാന്റെ കുടുംബം തന്നെയാണ്. ആ വീട്ടിൽ കയറി വെള്ളം കുടിക്കും. അല്ല ആ വീടല്ലത്, ആ വീട്ടിൽ അറിയ മാറിയിക്കണേ. സൂറെന്താ എഴുതിയിരുന്നു നിങ്ങള്? സൂറെന്താ, സൂറിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലേ നിങ്ങള്? സൂറിന് പറഞ്ഞത് ഇട്ട് മടിച്ചിട്ട് നടന്ന് ഇടങ്ങാറായിട്ട് നാലടി നടന്നാറിട്ട് നേരത്തെ ഇറക്കും. അപ്പൊ ഈ നടന്ന വഴി ഇങ്ങോട്ട് നടക്കുള്ളൂ, ഇങ്ങോട്ട് നടക്കൂല, ഇങ്ങോട്ട് നല്ല രസമുണ്ടാവും. ആടി അങ്ങോട്ട് നടക്കും, നമ്മൾ അങ്ങോട്ടല്ലേ മുന്നിട്ട് നടന്നു പോകല്. അതല്ലേ കുറച്ചും കൂടി അങ്ങോട്ടേ നടക്കും. അപ്പൊ അതിനൊക്കെ എന്താ വേണ്ടത് എന്നറിയാം. സൂരജ് വീഡിയോ കാണുന്നുണ്ടെങ്കില് കമന്റ് ചെയ്യോണ്ടിട്ട കണ്ടാല്. രണ്ടാമത്തെ പെങ്ങളെ കൊണ്ടാണ് പറഞ്ഞത്, അവളെ കുട്ടിക്കാലത്ത് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോ ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുമ്പോ പിന്നെ ഇവള് വൈക്ക് നിക്കുമല്ലോ. അപ്പൊ ഇങ്ങോട്ട് ഇടക്ക് വരുമ്പോ കുറച്ചും കൂടി അപ്പുറത്ത് കാണാണ്ട് കിടക്കുമല്ലോ ബാക്കിക്ക്. ഇങ്ങോട്ട് ഇറക്കുന്നില്ല, അങ്ങനെ നടന്നോടി ഇവിടെ ഇറക്കുണ്ടായിട്ട്. അപ്പൊ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട കുട്ടി പിന്നാക്കം പോയില്ല. ഭയങ്കര കുറുമ്പത്തിയായിരുന്നില്ലേ? ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, മങ്ങ ഓർമ്മ ഉണ്ട്. ആ ചായക്കടൊക്കെ പോയിട്ടാ 5 മൂലക്കല്ലേ. 5 മൂല കഴിഞ്ഞിട്ട് ഒരു ചായക്കട ഉണ്ടായിരുന്നു. നിങ്ങളൊരു കുടുംബക്കാരനെ, നമ്മള് പഴംപൊരിയും ചായയും കുടിച്ചു. അപ്പൊ ആ കടയില്ല. അപ്പൊ ഏകദേശം ഉമ്മാന്റെ നാട്ടിക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്, 200, 200, 300 മീറ്റർ പോയി കഴിഞ്ഞാല് പള്ളിപ്പടി എന്ന് പറയും. അവിടെയാണ് ഈ ചെമ്പുലങ്ങാട് പള്ളിപ്പുറത്ത്, പള്ളിപ്പടിയിലാണ് ഉമ്മാന്റെ ഒക്കെ വീട്. കുറച്ച് അപ്പുറം തന്നെ ഉപ്പാന്റെയും വീട്. അപ്പൊ കാണിച്ചാലോട്ടാ. ഇപ്പൊ നമ്മൾ പള്ളിപ്പടി എത്താനായിട്ടാ. ഇവിടെയാണ് ഇമ്മ ചെറുപ്പത്തിൽ ചാടിയുന്ന കുളം ഇവിടെ ഇല്ലമ്മ. ആ കുളം അവിടെ ഉണ്ട്. ഉമ്മ ചാടിയുന്ന കുളം, ഉമ്മ കുന്താണി ഒലക്കൊക്കെ ഇട്ടീന്ന പിന്നെ കുളം അല്ലേ? അങ്ങനെ ചാട്ടത്തിന്റെ പേരാണ് ഉമ്മ. അപ്പൊ ഇതാണ് ഉമ്മാന്റെ അങ്ങാടി. ഉമ്മാന്റെ അങ്ങാടി വീട്ടിൽ പോണ റോഡാണിത്. അതെ, കൂടിയാണ്. അല്ലമ്മ നിങ്ങളെ വീട്ടിൽ പോണ വഴി അതല്ലേ? ആ, ഇതാണ് ഉമ്മാന്റെ വീട്ടിൽ പോണ വഴി, പള്ളിമൂല. അപ്പൊ ഈ പള്ളിമൂല. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇത് പള്ളിത്തോടുമാണ്. ഈ പള്ളിത്തോടിലാണ് ഉമ്മാന്റെ ആങ്ങള, ഉപ്പ, ഉമ്മ ഒക്കെ മറവ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. അതായത് ഞങ്ങളെ ഇതിന്റെ എളാപ്പാന്റെ ഇപ്പാന്റെ അനിയന്റെ മോന്റെ വീടാണ് ആ കാണുന്നത്. ഇതാണ് വീട്. അവന്റെ പരിപാടി എന്ന് വെച്ചാൽ വിക്കോ ബാഗ്സ് ആണ് അവന്റെ പരിപാടി. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഇന്ന് സൺഡേ ഓഫ് ഡേ, ലീവാണ്. ഇവിടെ അതിന്റെ ഹോൾസെയിൽ ആയിട്ടും അതിന്റെ എല്ലാം ഇവിടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. കല്യാണത്തിന് ഉണ്ടാവും അതിന്റെ ഗോഡൌണും കാര്യങ്ങളും. ഇവിടെ 1-2 ഷോപ്പ് വേറെ ഉണ്ടല്ലേ? അത് എവിടെയാണ് മോളുവാ? ആ 1-2 തൃശ്ശൂർ അവിടെയൊക്കെ 1-2 ഷോപ്പുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാട്ടാ. ഇങ്ങനെ ഇവിടെ ബാക്കില് ഒരു എളാപ്പാന്റെ പെരണ്ട്, പിന്നെ ഇവിടെ എളാപ്പാന്റെ മക്കളെ പെരണ്ട്. ഇതൊക്കെ ടോട്ടലി നമ്മളെ കുടുംബങ്ങളെ പെരേറ്റ. ഇവിടെയൊക്കെ ഇതൊക്കെ നമ്മളെ ഫാമിലികളാണ്. ഇത് നമ്മളൊരു കുടുംബക്കാരനാണ് ഈ പോണേ. ഇത് അളിയനാണ്, ജ്യേഷ്ഠനാണ്. അളിയൻ മാത്രല്ല. എവിടെ ഓടിച്ചോറിയോ? അതല്ല, ആ ഗേറ്റിങ് ചെന്നിട്ട് ഇടത്തേക്കല്ല, ഇടത്തേക്ക്. ഇത് മൂത്താപ്പാന്റെ മോളെ ഹസ്ബൻഡാണ്, പിന്നെ ജ്യേഷ്ഠനാണ്, കുടുംബം തന്നെയാണ്. അതെ, ഞങ്ങളെ ഏറ്റവും ഞങ്ങള് പോട്ടെ എന്നാ പോയിട്ടാ. അപ്പോ അതെ, നമ്മളിപ്പോ ഗേറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടെ റെയിൽവേ ഗേറ്റ് ആട്ടാ. റെയിൽവേ ഗേറ്റ് ആണ്. അവിടെ അമ്പ് ആ ഗേറ്റ് അടക്കണേ. നമ്മക്കണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നേരെ എന്താണ് കാരക്കുത്ത് പോണെന്നാ പറഞ്ഞേ. നമ്മള് പോയി നോക്കട്ടാ. അപ്പൊ കാരക്കുത്ത് ഏതോ ഓഡിറ്റോറിയം എന്നാ പറഞ്ഞ. ഞങ്ങള് പോയി നോക്കട്ടെ. ചോദിച്ച് പോവാട്ടാ. ഇത് കരുവാമ്പടിയാ? കരുവാമ്പടി ഉമ്മക്ക് ഓർമ്മ ഉണ്ടോ പണ്ടൊക്കെ?
കുഞ്ഞാമണ്ട കരുവാമ്പടി. എവിടെയുള്ള എന്താ നമുക്ക് ഒരു പിടുത്തില്ല. അല്ല ഓൻ കാര്യം തീർത്തക്കണില്ലേ ആ അത് നോക്ക് നമ്മൾ അവിടെ പോയി നോക്കാം. കാടി വരുമ്പോഴേക്കാരുടെ ഒരു മണ്ണാക്കട അതിന്റെ മോളെ കരുവാമ്പടിക്കലില്ല. അല്ല അമ്മ കരുവാമ്പടിക്ക് നിങ്ങളെ ഈ കുടുംബത്തിലില്ല അമ്മാന്റെ നിങ്ങളെ എമ്മടക്കല് ഇമ്മടക്കാരനെ വെച്ചാല് പിന്നെ അമ്മായിന്റെ മക്കളാണ് ഇവിടെ ഉള്ളത്. ആ ഇതെന്താ എന്താ സംഭവം? വലിയ ക്രസറാണ് തോന്നിട്ടാ. അപ്പൊ നമ്മളിതാ കാരക്കുത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. ഓഡിറ്റോറിയം ഏതാണ് ഓഡിറ്റോറിയം? ഇതോ ഓഡിറ്റോറിയത്തിന് പാർക്കിംഗ് ആണ്. അപ്പൊ ഓഡിറ്റോറിയം ഇറക്കാണ്ട് പോണ്ടി വരും. ഓഡിറ്റോറിയം ഈ സൈഡിക്കാവും. അപ്പൊ KMK ഓഡിറ്റോറിയം നമ്മുടെ കാണണ്ട പോയോ കേട്ടോ ഞങ്ങള്. KMK ഓഡിറ്റോറിയം ഇവിടെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മണ്ഡപം മാറി കയറാൻ ഞാൻ മതി എന്നിട്ടാ. ഇവിടെ നിർത്തിക്കൂടെ സംഭവം? ഇവിടെ നിർത്തപ്പോ തിരക്കില്ലല്ലോ. വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇറങ്ങിയാ ആ സൈഡിലേക്ക് ഇറങ്ങണ്ട. അവിടെ ബസ് വണ്ടി ഉമ്മ ഇറങ്ങിയാ അപ്പൊ ഞങ്ങൾ ഇറങ്ങി പോയോ കണ്ടാ. വന്നപ്പോ ഉമ്മ മാറി കൊടുക്കും കല്യാണത്തിൽ ഇതിലുണ്ടാവട്ടാ. അപ്പൊ ഇത് അനിയന്റെ മോനാണ്. കത്തി പിടിച്ചത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ല നീക്കല്ലേ. അപ്പൊ കല്യാണപ്പെരിന്നൊക്കെ ഇറങ്ങി. ആളും പുതിയ കല്യാണപ്പെരിയില്ല. ഞങ്ങൾ വരാൻ ലേറ്റായി. അവർ പുതിയ തേടിപ്പോയി. അതുകൂടി ജഗ പുകയാണ്. ആകെ നസ കുസായി. അപ്പോ ഞങ്ങള് നേരെ വൈകി, ആരും കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ എല്ലാരും പുതിയ കൊണ്ടുവരാൻ പോയി. ഞങ്ങൾ ഒറ്റപ്പെട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി അവിടുന്ന്. ഇപ്പൊ പാലത്തറയിലുള്ളത് നമ്മളെ പറമ്പരങ്ങാടി പാലത്തറല്ല, പാലത്തറ പള്ളിപ്പുറം പാലത്തറ. ഇതോ ഇവിടെ വന്നപ്പോ ഇവിടെ ഞായറാഴ്ച ആയാലും ആരുമില്ല. എന്താണ് ബെല്ലടിച്ചു നോക്കണോ? പൊന്നു പോയിക്കാണ്ട് നോക്കട്ടെ. പൊന്നു പോയിക്കാണ്ട് ബെല്ലടിച്ചു നോക്കണ്ട. അടിച്ചോ ഓടിയുള്ള ആള്. വണ്ടിയൊക്കെ ഇവിടെ നിർത്തിട്ട് എന്നാ പോരെ. വിചാരിച്ചമാരിലൂടെ ആളുണ്ട് കേട്ടാ. ചോറൊക്കെ വെച്ച് കല്യാണത്തിന് അത് കാണല്ലോ. ഇവനെ ദാവിനെ എടുത്ത് അപ്പൊ പോവാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ വീട് വേറൊരു അനിയൻ്റെ വീട് തന്നെയാണ്. മുത്തമ്മാൻ്റെ മോൻ്റെ വീട് തന്നെയാണ്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. 3 വീടുണ്ട് ടോട്ടൽ ഇട്ടാ ഇവിടെ തന്നെ.
മാള് കടല എവിടെ കണ്ടാലും ഓള് വാങ്ങിയിട്ടേ അമരുള്ളൂ. കടല കടലേ കടലതാ അംദാനിത കടല അംദാൻ അങ്ങനെ 6 ഉണ്ടാലേ ബേജാറാവേ. ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി തിന്നേന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളിതാ അവിടെ മുത്തമാന്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് അവിടെ ഒരു പെട്ടിക്കാണ്ട് വണ്ടി ഇങ്ങനെ നിൽക്കട്ടാ. അല്ലമ്മ ഗേറ്റിങ്ങിലുള്ള കേട്ടാ. അപ്പൊ ട്രെയിൻ ഇപ്പൊ ഈ കൂടി പോകും. ട്രെയിൻ പോകുന്നത് ഇപ്പൊ കാണട്ടാ. ഇല്ല അപ്പൊ ട്രെയിൻ പോകണ്ടിട്ട് എപ്പ പോവും. ട്രെയിൻ ഇപ്പൊ പോവും. അതാ പോണ്. പോയി ട്രെയിൻ പോയി. ഒന്ന് കാണണ്ടാ. നല്ല പോക്കാ പോണേ. ഗേറ്റ് അടവിലാണ്. ഗേറ്റ് അടവിലാണ്. തീരും. ഓക്കേ ഇത് തുറക്കണില്ല. ചിലപ്പോ ഒന്നുകൊണ്ടോ സംശയം ഉണ്ട് അല്ലേ? ആര് അടുത്ത ട്രെയിൻ പോണേ. അടുത്ത ട്രെയിൻ പോയി കേൾക്കോ. ഹൈദരാബാദോ ജനറലാണ് പോണല്ലേ. അപ്പൊ അടുത്തും പോയി. അത് ആദ്യം പോയ വണ്ടി റെയിൽവേക്ക് നിന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് വരിക. അപ്പൊ ഞങ്ങള് പോകട്ടോ. ഗേറ്റ് ഇപ്പൊ തുറക്കും. ഇതുവരെ ആ ഗേറ്റ് തുറന്നിട്ടില്ല. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ നാട്ടിലാണ് ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന് നടക്കേണ്ട സ്ഥലം, ജീവിക്കേണ്ടത്. എങ്ങനെയോ സമയം സാഹചര്യം കാരണം നമ്മൾ അങ്ങനെ മലപ്പുറത്തായി പോയി. ഗേറ്റ് തുറന്നേ. ഇതാ മാളു റെയിലിന്റെ മേലായിട്ട്. മാളു ഈ റെയിലിന്റെ മേലിട്ടപ്പോ അപ്പം നേരെ റെയിൽവേ സ്റ്റേഷൻ അല്ല. റെയിൽവേ സ്റ്റേഷൻ അല്ല, തിരേപ്പുറം 5 മുല. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഗേറ്റിങ്ങിലാണ്. ഗേറ്റിങ് പാലത്ര ഗേറ്റിങ്ങിലാണുള്ളത്. നീ 1-ാം നമ്പർ. അടിമുട്ടിയിൽ 1-ാം നമ്പർ.